നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ലുഖ്മാൻ ആരംഭിച്ചു. അതിൽ ലുഖ്മാൻ എന്ന പേര് സൂറത്തിന് പ്രതിപാദ്യമായതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ലുഖ്മാൻ ആരെന്ന്, പിന്നെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയത്, ചില വിഷയങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് സൂറത്തിലേക്ക് വരാം. പിന്നെ ഈ ലുഖ്മാൻ എന്നവരെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചതൊക്കെയും ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. ചരിത്രത്തിൽ വന്നതൊക്കെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമോ പഠിക്കൽ നമുക്ക് ബാധ്യതയോ അല്ല. പക്ഷേ അത്തരം ചരിത്രങ്ങൾ അനുസ്മരിക്കുന്നതിൽ ഒരു കുറവോ കുറ്റമോ ഇല്ലതാനും. നമുക്ക് വിശ്വസിക്കേണ്ടത് എന്താണ്, അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്തിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചില കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതിനപ്പുറം നമുക്ക് നിർബന്ധ ബാധ്യത ആയതൊന്നുമില്ല. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനും തിരു സുന്നത്തിനും അപ്പുറം ചരിത്ര രചനകളിൽ ചരിത്ര സംഭവങ്ങളായി ഉദ്ധരിക്കപ്പെട്ടത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒരു അപരാധമൊന്നുമല്ല. ചിലരങ്ങനെ പിന്നെ പഠിക്കുന്നതിന് വിമർശിക്കുകയും നിരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദ്ദിസു അൻ ബനി ഇസ്രായേൽ, ഇസ്രായേലിയരെ കുറിച്ച് പറയാൻ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ ദീനിനെ കളവാക്കുന്ന അല്ലെങ്കിൽ ദീൻ പിന്നെ വകവെക്കാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ പിന്നെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതില്ല എങ്കിൽ പറയുന്നതിൽ പ്രശ്നമല്ല. ഇനി നമ്മൾക്ക് ഇന്ന് സൂറത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ സൂറത്ത് എവിടെയാണ് ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിനെ കുറിച്ച് പറയൽ മക്കിയത്ത് എന്നാണ്. മക്കിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലാകുമ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. സൂറത്ത് സാഫാത്ത് ഇതേപോലെ മക്കയിൽ അവതീർണമായ സൂറത്താണ്. സൂറത്ത് സബ മക്കയിൽ അവതീർണമായ സൂറത്താണ്. സാഫാത്തിൻ്റെയും സബയിൻ്റെയും ഇടയിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. സൂറത്തുകളുടെ അവതരണ ക്രമം എടുത്തിട്ടുണ്ടെങ്കിൽ 57-ാമത്തെ സൂറത്താണ് ഈ സൂറത്തു ലുഖ്മാൻ. ഇതിൽ 3 ആയത്തുകൾ 27, 28, 29 ആയത്തുകളെ കുറിച്ച് അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലായിരിക്കെ അവതീർണമായ ആയത്തുകളാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ സൂറത്ത് ഇറങ്ങിയതിനെ കുറിച്ച് തഫ്സീറുകൾ പറയുന്നത്, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു ലുഖ്മാൻ എന്നവരെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഹിക്മത്തിനെ കുറിച്ചും മകനുമായുള്ള വർത്തനത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് ചില തഫ്സീറുകളിലുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട 27, 28, 29 ആയത്തുകൾ, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി എന്ന് തുടങ്ങുന്ന പിന്നെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ വൈജ്ഞാനിക വൈപുല്യത്തെയാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില ജൂത പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു എന്നാണ്. ജൂത പുരോഹിതർ. എന്നിട്ട് അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംവദിച്ചു. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിജ്ഞാന പരിമിതിയെക്കുറിച്ച് പറഞ്ഞു. വിജ്ഞാനത്തിൽ പൂർണ്ണതയും തികവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രോസ് ചെയ്തു. അവർ പറഞ്ഞത്, മുഹമ്മദ് നിങ്ങളല്ലേ പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് തൗറാത്ത് തന്നിട്ടുണ്ടെന്ന്. തൗറാത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ, തൗറാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈ മൗഇദതൻ വതഫ്സീലൻ ലികുല്ലി ഷൈ ഫഖുദ്ഹാ ബിഖുവ വഅ്മുർ ഖൗമക യഅഖുദു ബി അഹ്സനിഹാ സഉരീകും ദാറൽ ഫാസിഖീൻ എന്നാണ്. വകതബ്നാ ലഹു ഫിൽ അൽവാഹി കുല്ലു ഷൈഇൻ, വകതബ്നാ ലഹു ഫിൽ അൽവാഹി കുല്ല ഷൈ. മൂസാക്ക് നാം ലൗഹിൽ അൽവാഹിൽ, മൂസാക്ക് കൊടുത്തത് എന്താണ്? ഫലകങ്ങളല്ലേ. ഫലകങ്ങളിൽ എല്ലാം എഴുതി നൽകി. മൗഇദതൻ സതുപദേശമായി, വതഫ്സീലൻ ലികുല്ലി ഷൈ എല്ലാത്തിൻ്റെയും വിശദീകരണവുമായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഫഖുദാ ബിഖുവ, മൂസായോട് അത് ശക്തിയിൽ സ്വീകരിക്കാൻ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ വിശുദ്ധ ഖുർആനിൽ പറയാം മൂസാക്ക് എല്ലാം എഴുതി നൽകിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് അത് പഠിച്ച
വേദത്തിൻ്റെ ആളുകളായ ഞങ്ങൾ വിജ്ഞാനത്തിൽ പരിമിതിയുള്ളവരാണ് നിങ്ങൾ പറയുന്ന രീതിയിൽ നബ്സലാസ്ലം തങ്ങളോട് സംസാരിച്ചപ്പോഴാണ് നബ്സലാസ്ലം തങ്ങൾ അവരോട് പറഞ്ഞു എന്നാണ്, അള്ളാൻ്റെ ഇൽമിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഇൽമ് എന്താണ് ഖലീൽ. അള്ളാൻ്റെ ഇൽമിൽ നിന്നല്ലേ തൗറാത്തിൽ നൽകിയത്? ആ തൗറാത്തിലെ ഇൽമിൽ ചിലതാണ് നിങ്ങളുടെ അടുത്തുള്ളത്. അപ്പോൾ അള്ളാൻ്റെ ഇൽമിനെ തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൽമ് വളരെ പരിമിതമാണ് എന്ന് നബ്സലാസ്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ വിഷയത്തിലാണ് വലൗ അന്ന മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് എന്നുള്ള ആയത്ത് ഇറങ്ങി. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ, ഭൂമിയിലുള്ള എല്ലാ വൃക്ഷലതാദികൾ പേനയായി എഴുത്തുകോലായി വർത്തിക്കുകയും വൽ ബഹ്റു യമുദ്ദുഹു, സമുദ്രജലം അതിന് മഷിയായി വർത്തിച്ച് എഴുതുകയുമായാൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹിൻ്റെ വിജ്ഞാനം വചനങ്ങൾ അത് തീരൂല എന്ന് പറയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിജ്ഞാന വൈപുല്യത്തെയാണ് എന്തിനത് ഈ ആയത്തുകൾ അറിയിക്കുന്നത്. അപ്പോൾ ആ ആയത്തുകൾ യഹൂദരുമായിട്ടുള്ള ഈ സംവാദത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. യഹൂദരോട് സംവദിച്ചതും സംസാരിച്ചതോടെ വെച്ചാണ് മദീനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ 27, 28, 29 വചനങ്ങൾ മദീനയിൽ അവതീർണമായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ യഹൂദരുമായി സന്ധിക്കുക എന്നുള്ളതുണ്ടായിട്ടുണ്ടാവാം. യഹൂദർ മക്കയിൽ വന്നിട്ടുണ്ട്. കാരണം ഖുറൈശികൾ എന്ത് ചെയ്തിട്ടുണ്ട്, യഹൂദികളെ മക്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സംവാദം എവിടെയും നടക്കാം, മക്കയിലും നടക്കാം. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ലുഖ്മാൻ മുഴുവൻ മക്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഒരു വിഷയമല്ല എന്നാണ് ചില തഫ്സീറുകൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആലം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് സൂറത്തുൽ ലുഖ്മാൻ്റെ അവതീർണത മൊത്തത്തിൽ എന്നത് നിസ്തർക്കമാണ്.